ഏത് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് വരുന്നത്? ഫിനാൻസ് വരുന്നുണ്ടല്ലോ. ഫിനാൻസ് ഇല്ലാത്ത സെക്ടേഴ്സ് നമുക്ക് പോസിബിൾ അല്ലല്ലോ. ഒരു ബാച്ചിലർ ഡിഗ്രിയേക്കാളേറെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയേക്കാളേറെ കോണ്ടന്റ്സ് എവിടെ എടുക്കുന്നുണ്ട്? നമ്മുടെ CA CMA കരിക്കുലത്തിലേക്ക് എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ലി മാറിക്കൊണ്ടിരിക്കുന്ന വേൾഡാ. ഏതൊക്കെയാ ജോബുകളാണ് AI എടുക്കാൻ നമുക്ക് അറിയൂല. പഠിച്ച എല്ലാവർക്കും A+ കിട്ടുന്നുണ്ട്, പഠിക്കാത്ത ആളുകൾക്കും A+ കിട്ടുന്നുണ്ട്. ഒരു ലോങ് പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഒരു കോഴ്സാണ്. ആദ്യത്തെ എക്സാം തന്നെ നമ്മൾ ക്ലിയർ ആയിക്കോണമെന്നൊരു നിർബന്ധമില്ല. കുട്ടി ഫെയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ പാസ് ആയിക്കോട്ടെ, ആദ്യമായിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യാം? ഒരു 100% കമ്മിറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു മോട്ടീവ് കൊടുക്കാം. ICMSന്റെ എക്സ്പേർട്ട് ടോക്കിലേക്ക് മറ്റൊരു എപ്പിസോഡിലേക്ക് മറ്റൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ അതിഥിയാണ് ഉള്ളത്. 2019 CMA ക്വാളിഫൈ ചെയ്യുകയും പിന്നീട് അധ്യാപന മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള CMA അഫ്രീദ് മുഹമ്മദ് സാറാണ്. സർ, ICMSന്റെ ഈ ഒരു ടോക്ക് സീരീസിലേക്ക് താങ്കൾക്ക് സ്വാഗതം. താങ്ക് യു. ഈ ഒരു കൊമേഴ്സ് സെക്ടർ എന്നുള്ളത് വല്ലാതെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ അനുദിനം ഓരോ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു കൊമേഴ്സ് സെക്ടറിന് ഈ സമയത്ത് പ്രത്യേകം ഒരു ഊന്നൽ കിട്ടിയിട്ടുള്ളത്? എന്താണെന്ന് തോന്നുന്നത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ ഒരു ബാർഗെയിൻ ചെയ്യാത്ത 2 സെക്ടേഴ്സ് ആയിട്ടാണ് എഡ്യൂക്കേഷൻ ഹെൽത്തിനെയൊക്കെ കാണാറുള്ളത്, അല്ലേ? അപ്പോൾ അതിൽ തന്നെ ധാരാളം ഒരു പ്രോഫിറ്റ് മോട്ടീവും വലിയ വലിയ ടൈക്കൂൺസ് കാണാറുണ്ട്, അത് മുതലെടുക്കാൻ ശ്രമിക്കാറുമുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നാട്ടിൽ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് കാണുന്നുണ്ട്. ഈ ഒരു അഡ്വർടൈസ്മെന്റ് മോശമായിട്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല, ബട്ട് നമ്മളതൊരു പോസിറ്റീവായിട്ടാണ് എടുക്കേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം മുന്നേ വരെ ഇത്തരം കോഴ്സിനെ കുറിച്ച് നമുക്ക് നോളജ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് അവൈലബിൾ അല്ലായിരുന്നു. ബട്ട് ഈ ഒരു അഡ്വർടൈസ്മെന്റ്സിലൂടെ ഒരു ലാർജ് സൊസൈറ്റിയുടെ മുന്നിലേക്ക് ഇത്തരം കോഴ്സുകളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ അഡ്വർടൈസ്മെന്റ്സ് ഒരു പരിധി വരെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ആളുകൾ എനിക്ക് തോന്നുന്നു അവെയർഡ് ആണ്. അങ്ങനെ അഡ്വർടൈസ്മെന്റ്സിൽ വീണ്ടും പോകുന്ന ആളുകളൊന്നല്ല ഇപ്പോഴത്തെ സൊസൈറ്റിയിലുള്ളത്. അവർക്കറിയാം പരസ്യങ്ങൾ എന്താണ്, പരസ്യമാണ്. ബട്ട് ഒരു ലാർജ് സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഇത് എന്ത് ചെയ്യുക, ഒരു ഇൻഫോർമേഷൻസ് ആയിട്ട് എന്ത് ചെയ്യുക, എടുക്കുക, ഇതിനെ കുറിച്ച് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. കുട്ടികൾക്ക് ആപ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ബെസ്റ്റ് കോഴ്സുകളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പം സാറിന്റെ ഒരു പെർസ്പെക്റ്റീവില് നമ്മളെ ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തിലേക്ക് CA CMA ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു തുടങ്ങിയത് അത് പല തരങ്ങളിലാണ്. ഒരു 10 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ വളരെ ചുരുക്കം ആളുകളാണ് ഇതിലൊക്കെ കടന്നു വന്നിരുന്നത്. എങ്ങനെയാണ് താങ്കൾ ഇതിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്? നിങ്ങളുടെ ഒരു CMAയിലേക്ക് എത്തിയ ഒരു ജേണി എങ്ങനെയായിരുന്നു? 10-12 ഡിഗ്രി എങ്ങനെയായിരുന്നു? നിലവിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിന്റെ വലിയൊരു നമ്മൾ അടച്ചാക്ഷേപിക്കുകയല്ല, ബട്ട് ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത്, നമ്മൾ +2 കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അറിയാൻ പറ്റുന്നില്ല നമ്മൾ എന്താണ്, നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ്, നമ്മൾ ഇനി ഏത് മേഖലയിലേക്കാണ് കടന്നു ചെല്ലേണ്ടത്. നമ്മൾക്കും അറിയാൻ പറ്റുന്നില്ല, നമ്മുടെ പേരൻസും അറിയാൻ പറ്റുന്നില്ല, നമ്മുടെ അധ്യാപകർക്കും അറിയാൻ പറ്റുന്നില്ല, നമ്മുടെ മാർക്സ് നോക്കിയിട്ട് മറ്റേ എക്സ്പേർട്ടും പറയാൻ പറ്റുന്നില്ല. കാരണം എല്ലാവരുടെ മാർക്സ് ഏറെക്കുറെ ഒരേപോലെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഒരു സ്റ്റുഡന്റിനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അവന്റെ ഫ്യൂച്ചർ എന്താണുള്ളതോ അല്ലെങ്കിൽ അവന്റെ ഇൻട്രസ്റ്റ് എന്താണുള്ളതോ ഒരു സ്റ്റുഡന്റിന് മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് തന്നെയാണ് CMA കുറിച്ച് അറിയുന്നത്, ആ കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് ഒരു റെഗുലർ ഡിഗ്രിയിലേക്ക് പോകാനുള്ള ഒരു മാനസിക താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി, ഞാൻ ഒന്ന് പഠിച്ചു, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കോഴ്സുകളുടെ ഡീറ്റെയിൽസ് കരിക്കുലം എൻ്റർലി പഠിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ ആവശ്യമുള്ളത് നോക്കി. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ക്വാളിഫൈ ചെയ്ത ആളുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ 1-2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സീനിയർ ആയിട്ടുള്ള കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുമായിട്ട് ഒന്ന് സംസാരിച്ചു. അപ്പൊ എനിക്ക് തോന്നി എന്നെ കൊണ്ട് ആപ്റ്റ് ആവുന്നതാണ്, കോണ്ടന്റ്സും അതുപോലെ തന്നെ കരിക്കുലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് തോന്നി. ബട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഒരു +2 നമ്മൾ ഇതുവരെ പഠിച്ചൊരു മെത്തേഡ് ഓഫ് സ്റ്റഡിയിൽ നിന്ന് പെട്ടെന്നൊരു ന്യൂ ഒരു +2 കഴിഞ്ഞിട്ടാണ് +2 കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്, വിത്തൗട്ട് എനി ബാച്ചിലർ ഡിഗ്രി. അപ്പൊ ഒരു ചെറിയ പ്രായത്തിലാണ് കിടക്കുന്നത് കോഴ്സിലേക്ക്. അപ്പൊ ഒരു ബുദ്ധിമുട്ട് ഭയങ്കര ഉണ്ടായിരുന്നു, മെന്റലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രിപ്പറേഷൻ ആയിക്കോട്ടെ. ബട്ട് ഒരു പരിധി വരെ നമ്മളെ ഫാക്കൽറ്റീസും, എനിക്ക് ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ICMS ത്രൂ കടന്നു കൂടെയാണ്. അപ്പൊ ഭയങ്കര പ്രൗഡാണ് എനിക്ക് പിന്നീട് ICMS തന്നെ എന്ത് ചെയ്യാൻ പറ്റി, ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള അതുപോലെ തന്നെ ഒരുപാട് മികച്ച സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ICMS ഒരു ഗസ്റ്റ് ആയിട്ട് എക്സ്പോർട്ടേകളും വന്നെത്താൻ പറ്റിയിട്ടുണ്ട്. ബട്ട് എൻ്റെ ഒരു ജേണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ ഷോർട്ടായിട്ടുള്ള ജേണി ആയിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചുള്ള എല്ലാം ഫസ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
ബട്ട് അത് അങ്ങനെയല്ല, അത്രയ്ക്ക് ഈസി അല്ലായിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ലിയർ ആക്കിയ പോലെ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ടാലന്റ് പോലെയൊക്കെ തോന്നാം. ബട്ട് അങ്ങനെയല്ലായിരുന്നു, ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ ചിട്ടയായിട്ട് അക്കാദമിക്സ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏതൊരു സ്റ്റുഡന്റിനും ഡെഡിക്കേഷൻ ആണ് മെയിൻ. കുട്ടിയുടെ ഇതുവരെയുള്ള ടാലന്റോ അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു നോളജ് ലെവലോ ഒന്നുമല്ല, കുട്ടി 100% കമ്മിറ്റഡ് ആയിരിക്കണം, കോഴ്സിനോട് 100% കമ്മിറ്റഡ് ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ആ ഒരു ഡെഡിക്കേഷനും കമ്മിറ്റ്മെന്റും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിഫൈ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. ഓക്കെ, നമ്മൾ ഈ പ്രൊഫഷനെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ വലിയൊരു ബൂമിലാണ് എന്നുള്ളതും നിങ്ങൾ നിങ്ങളുടെ ഒരു കരിയർ ജേണിയും ഒന്ന് പറഞ്ഞു വെച്ചു. വേറൊരു ചോദ്യമുണ്ട്. ഈ ബിടെക് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, എവിടെ കല്ലെടുത്തെറിഞ്ഞാലും ബിടെക്കുകാരൻ്റെ തലക്കുകൾ അത്രമാത്രം ബിടെക് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതിലിപ്പോൾ കുറച്ച് മുമ്പ് MBBS കുറിച്ചും അങ്ങനെ പറഞ്ഞിരുന്നു. ഓക്കെ, ഈ ഒരു സെക്ടറിൻ്റെ ഓപ്പർച്യൂണിറ്റി സൈഡിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി സൈഡിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുകൾ കോഴ്സിനെ എങ്ങനെ എടുക്കുന്നുള്ള അനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിയർലി കോഴ്സ് കംപ്ലീറ്റ് ആവുക നേരെ എംപ്ലോയ്മെന്റിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ധാരാളം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ഇവിടെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ജസ്റ്റ് ഒരു എംപ്ലോയ്മെന്റ് പർപ്പസിലേക്കല്ല നമ്മൾ കോഴ്സുകൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എടുക്കേണ്ടത്. കാരണം നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന ധാരാളം സൈഡ്സ് ഓഫ് നോളജുകളുണ്ട്, അതുപോലെ തന്നെ ധാരാളം സ്കിൽസുകളുണ്ട്. നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മേഖലകളിൽ ഇൻ ഡെപ്ത് ആയിട്ട് പല ഏരിയസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ പേപ്പേഴ്സ് അല്ലെങ്കിൽ കരിക്കുലം എടുക്കുന്നത്. അതായത് അക്കൗണ്ടൻസി മേഖലയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റിംഗ് വരുന്നുണ്ട്, ടാക്സേഷൻ വരുന്നുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വരുന്നുണ്ട്, കോർപ്പറേറ്റ് ലോസുകൾ വരുന്നുണ്ട്. അപ്പൊ ഇത്തരം ധാരാളം സെഗ്മെന്റ്സിൽ ധാരാളം നോളജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അക്വയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു നോളജ് എവിടെ അപ്ലൈ ചെയ്യണം എന്ന് അൾട്ടിമേറ്റ്ലി തീരുമാനിക്കുന്ന ആരാണ്, നമ്മളാണ്. അത് നമ്മൾ മിയർലി നമ്മൾ എവിടെയെങ്കിലും ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്നു, ആ കിട്ടുന്ന ജോബ് എടുക്കുന്നു, അതിൽ കിട്ടുന്ന ജോബ് റോളുമായിട്ട് സാറ്റിസ്ഫൈഡ് മുന്നോട്ട് പോകുന്നു. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മറിച്ച് നമുക്ക് പറ്റിയ അഭിരുചി അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഏരിയാസ് കണ്ടെത്തിയിട്ട് തിരഞ്ഞു പിടിച്ചിട്ട് അങ്ങനെ ആ രീതിയിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാം. ബട്ട് എന്നെ സംബന്ധിച്ചോളം മെയിൻലി കുട്ടികൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു മേഖലയിൽ നിന്ന് കടന്നു വരുന്ന ആളുകൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓൺടർപ്രണർഷിപ്പിലേക്ക് തന്നെയാണ്. കാരണം ധാരാളം സ്വന്തമായിട്ട് ഇവരെക്കാളും സ്വന്തമായിട്ട് ബിസിനസ് റൺ ചെയ്യാൻ പറ്റിയ മറ്റു ആളുകളില്ല. കാരണം അത്രയും നോളജും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഇത് നമുക്ക് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതിലും മികച്ച ഒരു കരിയർ ലെവൽ വേറെ ഇല്ല. അതാണ് പ്രൈമർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓൺടർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങാൻ പറ്റും. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ കൂടിയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് പറ്റും. നെക്സ്റ്റ് എംപ്ലോയ്മെന്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പല മേഖലയായിട്ട് നമുക്ക് തിരിക്കാം. വേണമെങ്കിൽ വിത്തിൻ ഇന്ത്യ വരാം, അതുപോലെ തന്നെ അബ്രോഡ് വരാം. ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പബ്ലിക് സെക്ടേഴ്സിൽ അവൈലബിൾ ആണ്, പ്രൈവറ്റ് സെക്ടേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇന്ത്യയിലെ പബ്ലിക് സെക്ടേഴ്സിലേക്ക് പല രീതിയിലാണ് പ്ലേസ്മെന്റ്സ് നടക്കാറുള്ളത്. അപ്പോൾ പൊതുവെ പബ്ലിക് സെക്ടർ കമ്പനീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ മിക്കവാറും പബ്ലിക് സെക്ടർ കമ്പനീസ് ഒക്കെ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് വഴിയാണ് CA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യാറുള്ളത്. മറ്റ് ചില സ്ഥാപനങ്ങൾ അതുപോലെ നമ്മുടെ SEBI അതുപോലെ തന്നെ RBI പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഒരു കോമൺ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൽ നമ്മുടെ CA വരാറുണ്ട്, മറ്റു ഡിഗ്രിയിൽ നിന്നുള്ള ആളുകളും വരാറുണ്ട്. അവരുടെ ഹൈ എൻഡ് ലെവലിലേക്കും മാനേജർ പോസ്റ്റിലേസിലൊക്കെ എക്സാമിനേഷൻസ് നടക്കാറുണ്ട്. SEBI ഗ്രേഡ് A ആണ് തോന്നുന്നു, ഗ്രേഡ് A ഗ്രേഡ് B എന്നൊക്കെ പറഞ്ഞ പേരിട്ടുള്ള 2 എക്സാംസ് വരുന്നുണ്ട്. അപ്പൊ അതുവഴി നമുക്ക് ഇത്തരം സ്ഥാപനം റെഗുലേറ്ററി ബോർഡിൽ ഹയർ അതോറിറ്റിയിലേക്ക് എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നീട് നമ്മൾ സ്വന്തമായിട്ട് പ്രൈവറ്റ് സെക്ടേഴ്സിലേക്ക് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടും ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോകാൻ പറ്റും. പിന്നെ എബ്രോഡിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ മെയിൻലി എനിക്ക് തോന്നുന്നു നമ്മള് ഷോക്കേസ് ചെയ്യേണ്ടി വരും ഒന്നുകൂടെ. അപ്പൊ എബ്രോഡ് സംബന്ധിച്ചിടത്തോളം എല്ലാ കോഴ്സുകളും അവർക്ക് ഒരേപോലെ ആയിരിക്കും. കാരണം ഡിഫറെന്റ് കൺട്രീസ് നിന്നുള്ള കോഴ്സുകൾ വരുന്നുണ്ടാവും. അപ്പൊ ഇനീഷ്യലി എനിക്ക് തോന്നുന്നു കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കും. ഓക്കെ, അവിടെ ആയിരിക്കും തോന്നുന്നു ഒന്നുകൂടെ ഇന്റർനാഷണൽ കോഴ്സുകൾക്ക് ഒരു എഡ്ജ് ഉണ്ടായിരിക്കാം. കാരണം ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ അവൈലബിൾ ആയിരിക്കും. ബട്ട് എന്നിരുന്നാലും അവിടുത്തെ കോഴ്സുകൾ അവിടുത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു അവിടുത്തെ എക്സ്പീരിയൻസിനാണ് അവിടെ എന്ത് കൊടുക്കുന്നത്, പ്രാമുഖ്യം കൊടുക്കുന്നത്. അപ്പൊ അത്തരം ആളുകളാണെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, എബ്രോഡിലേക്ക് കയറുക, ഉടനെ തന്നെ മാക്സിമം തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യാൻ നോക്കുക, എക്സ്പീരിയൻസുകൾ ഏൺ ചെയ്യാൻ നോക്കുക. പിന്നീട് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള ഫീൽഡിലേക്ക് മാറാൻ നോക്കാനാണ് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ഈ പറഞ്ഞതൊക്കെ ആകത്തുക വൈഡ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് സ്വന്തമായിട്ട് നമ്മൾ തന്നെ കണ്ടെത്തണം. റൈറ്റ്. ഓരോ ആളുകളും അതിനെ റിവീൽ ചെയ്യാൻ പറ്റണം, അവർക്ക് അത് കണ്ടെത്തി അതിലേക്ക് എത്താൻ പറ്റണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം അനുസരിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ഷോക്കേസ് ചെയ്യണം നമ്മളെ കയ്യിൽ ഇത്തരം സ്കില്ലുകൾ ഉണ്ടെന്നുള്ളത്. അല്ലാതെ നമ്മളെ കണ്ടെത്തിയിട്ട് നമ്മൾ സ്കില്ലുകൾ എടുക്കുന്ന കമ്പനീസ് ഒക്കെ വളരെ കുറവാണ്, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. നമ്മൾ ഷോക്കേസ് ചെയ്യുക നമ്മളെ കയ്യിലുള്ള സ്കില്ലുകൾ ഇതൊക്കെയാണ്. അത് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കരിയർ മുന്നോട്ട് ഉണ്ടാകാൻ പറ്റും. ബട്ട് അതൊന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ കുറച്ചൊന്ന്
ഓക്കെ, ഇനി നമ്മൾ ഈ പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ, പുതിയ കാലത്തെ രക്ഷിതാക്കൾ, ഇത് രണ്ട് പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കി കാണാം. ഒന്ന്, പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ ലൈക്ക് ഇപ്പം ഇതിനെ എൻ്റർ ചെയ്യുന്ന ലൈക്ക് ഈ പറഞ്ഞ ഭൂമുകളും പരസ്യങ്ങളും ഓളങ്ങളും ഒക്കെ കണ്ടിട്ട് ഇതിലേക്ക് കടന്നു വരാനിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. വിവിധ അർത്ഥങ്ങളിലുണ്ടാകും. വളരെ കോൺസെൻട്രേറ്റ് ആയിട്ട് വരുന്നവരുണ്ട്, ഇതിനൊരു ലാവിഷ് സെക്ടറായിട്ട് കണ്ടിട്ട് ജസ്റ്റ് ഒരു ഫാൻറ്റസി സൈഡിൽ വരുന്നവരുണ്ട്. എന്താണ് ഒരു പുതിയ കുട്ടികളോട് ഇതിൽ പറയാനുള്ളത്, അതിൻ്റെ ഒരു പഠന സൈഡിൽ? പുതിയ കുട്ടികളോട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് സക്സസ്സിൽ എന്താ പറയുക മോട്ടീവ് ആയിരുന്ന കുട്ടികളാണ്. ഇൻസ്റ്റന്റ് സക്സസ്, ഇൻസ്റ്റന്റ് ഡോപ്പമിൻ, അവർക്കെല്ലാം എന്ത് വേണം, പെട്ടെന്ന് വേണം. ഇൻസ്റ്റാഗ്രാം ടീംസ് വേണം. അതെ, എനിക്ക് തോന്നുന്നു അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് ടാഗ്ലൈൻ വരുന്നതിനെ ഏർലി സെറ്റിൽ. മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ എന്താ സെറ്റിൽ ആവുന്നത് നമുക്ക് പോയി അറിയില്ല. കാരണം ഒരു അൺസർട്ടൻ ലൈഫ് അല്ലേ, ഒരു സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. നമ്മൾ സ്റ്റിൽ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ലൈഫാണ്. അപ്പൊ എപ്പോഴും നമ്മൾ സെറ്റിൽ ആവുന്ന നമുക്ക് അറിയില്ല. നമ്മളൊരു ഒരു ഹാച്ച് ബാക്ക് കാർ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് തോന്നുന്നു ഒരു SUV കാർ വാങ്ങാൻ തോന്നുന്നു, അപ്പോഴാണ് സെറ്റിൽ ആവാൻ തോന്നുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രീമിയം കാർ വാങ്ങാൻ തോന്നുന്നു, അപ്പോഴാണ് സെറ്റിൽ ആവാൻ തോന്നുന്നു. ഇത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ കുട്ടികൾ എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ പഠിക്കുക. അതായത് വെറുതെ നമ്മൾ ഏർലി ലാക്സ് ഓഫ് സാലറി കിട്ടും എന്നൊക്കെ കണ്ട് പരസ്യങ്ങൾ കണ്ടിട്ട് എടുത്തു ചാടുന്നതിന് പകരം അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒഫീഷ്യൽ അതാത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് അതാത് ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. അതിൽ കോഴ്സുകളുടെ എൻ്റയർ കരിക്കുലം വെരി ഡീറ്റെയിൽ ആയിട്ട് എക്സാം പാറ്റേൺസിനെ കുറിച്ചിട്ടും സിലബസിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പുറത്തുനിന്ന് സഹായമൊന്നും ഇല്ലാതെ തന്നെ വളരെ കൃത്യമായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അതുവഴി മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ കുട്ടികൾ സംസാരിക്കാൻ ശ്രമിക്കുക. മിയർലി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയുള്ള സെർച്ചിങ് അല്ലാണ്ട് ആളുകളോട് സംസാരിക്കാൻ ശ്രമിക്കുക. കോഴ്സിൽ എടുത്തിട്ടുള്ള ആളുകൾ, പഠിക്കുന്ന ആളുകളോട് സംസാരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അവർ പ്രൈമറിലി മനസ്സിലാക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് മേഖലകളായിക്കോട്ടെ, അതിന് എന്താ പറയുക, ആർട്സ് മേഖലകളായിക്കോട്ടെ, അല്ലെങ്കിൽ സ്പോർട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഒരു ഹൈലി ഡെഡിക്കേഷൻ സക്സസ് ആവാൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠനത്തിൽ മാത്രമല്ല, നമ്മൾ ബാക്കിയുള്ള മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ഈ ഒരു ഹൈലി ഡെഡിക്കേഷൻ, ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഹൈലി ഡെഡിക്കേഷൻ നടത്തിയ ആളുകൾ മാത്രമേ എന്തായിട്ട് വരുന്നുള്ളൂ, സക്സസ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ടത് എന്തായാലും കുറച്ച് സമയം ഒരു ഇതിലേക്ക് എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്തിട്ട് മാറ്റി. അല്ല, എൻ്റെ ഒരു ചോദ്യം ഇതിൽ വെക്കണം. ഈ പുതിയ കുട്ടികൾ ഇപ്പൊ A+ ഇങ്ങനെ വല്ലാതെ കൊട്ടിഘോഷിക്കുന്നതാണ്. A+ ഉണ്ട്, എനിക്കത് പറ്റൂല, A+ ഉണ്ട്, എനിക്കേ അത് പറ്റുള്ളൂ. രണ്ടിനും എങ്ങനെ കാണുന്നു? A+ ആണോ അതിൻ്റെ ഒരു ഘടകം? A+ ആണോ ഘടകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ A+ എങ്ങനെ കിട്ടി എന്നുള്ളത് ആശ്രയിക്കും. വെരി ഗുഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇപ്പോഴത്തെ അക്കാദമിക് സ്ട്രക്ചർ പ്രകാരം പഠിച്ച എല്ലാവർക്കും A+ കിട്ടുന്നുണ്ട്, പഠിക്കാത്ത ആളുകൾക്കും A+ കിട്ടുന്നുണ്ട്. പഠിച്ച ആളുകൾക്കും എന്തൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് കാരണം A+ നഷ്ടപ്പെടുന്നുണ്ട്. അതും ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്കിത് ഇവർക്കിത് എങ്ങനെ കിട്ടിയെന്ന് അവർക്കേ അറിയുള്ളൂ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത്, ഇവർക്കിത് എങ്ങനെ കിട്ടിയെന്ന് അവർക്കേ അറിയുള്ളൂ. അപ്പൊ അവരെ മനസ്സിലാക്കേണ്ടത്, അവര് പഠനത്തിൽ പോവാൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒരു സീരിയസ് കരിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ, ഡെഡിക്കേഷൻ കൊടുക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. കോഴ്സ് ഒരു ഹൈലി ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത കോഴ്സ് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. CSE ഒരിക്കലും ഒരു ഹൈലി ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത കോഴ്സ് ആണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ സമയം അതിൽ കണ്ടിന്യൂസ് എഫേർട്ട് ഇടാൻ പറ്റുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള കോഴ്സാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ഒരു സൈഡിൽ തന്നെ നമുക്ക് അവരുടെ രക്ഷിതാക്കളോടും കൂടെ, കാരണം ഇത് പലതരത്തിൽ ഇപ്പോൾ നോക്കി കാണുന്നുണ്ട്. കാരണം ഇതൊരു ഒരു പൊട്ടൻഷ്യൽ സെലിബ്രേഷനുള്ള കോഴ്സാണ്. അപ്പോൾ എൻ്റെ മകൻ അല്ലെങ്കിൽ മകള് CA പഠിക്കുകയാണ്, CMA പഠിക്കുകയാണ്, ഈ ഒരു കോണിൽ ഇതിനെ നോക്കി കാണുന്നവരുണ്ട്. ഇതൊന്നും അറിയാതെ തന്നെ എന്തോ ഒരു അക്കൗണ്ടിങ് കോഴ്സാണ് എന്നുള്ള രൂപത്തിലും നോക്കി കാണുന്നവരുണ്ട്. എന്നിട്ട് പോയിട്ട് പെടുന്നുണ്ട്, ഇതൊന്നും അറിയുന്നില്ല എന്താന്നുള്ളത്, ഇത്രമാത്രമൊക്കെ പഠിക്കാണ്ട് എന്ന് അറിയൂല എന്നൊക്കെ പറയുന്നത്. ശരിക്കും രക്ഷിതാക്കളോട് നമുക്ക് എന്ത് പറയാനുണ്ട്? രക്ഷിതാക്കളോട് പല ആംഗിളിൽ നമുക്ക് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഒന്നാമത്തേത് ആഫ്റ്റർ +2 കോഴ്സ് എടുക്കുമ്പോഴുള്ള കാര്യങ്ങളാണ്. രക്ഷിതാക്കളുടെ താല്പര്യത്തിനപ്പുറം ഫസ്റ്റ് പ്രൈമറി ഫോക്കസ് ആർക്ക് തന്നെ കൊടുക്കുക, കുട്ടികൾക്ക് തന്നെ കൊടുക്കുക. ബട്ട് അതിനോട് കൂടെ അവരെന്തെങ്കിലും മിസ്റ്റേക്സ് വരുന്നുണ്ടെങ്കിൽ വല്ല ഒരു ഉചിതമായിട്ടുള്ള എന്തെങ്കിലും കൺസൾട്ടൻസി മുഖേനയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു തീരുമാനത്തിൽ എത്തിക്കാൻ നോക്കുക. ഇനി അവരെങ്ങാനും എടുക്കുന്നത് ഈ ഒരു മേഖലയിലേക്കാണെങ്കിൽ, സോ അത്തരം സ്റ്റുഡൻസിന്റെ രക്ഷിതാക്കളോട് പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴ്സിന്റെ നേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയാ, ഒരു ലോങ് പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പൊ ഇതിനിടയിൽ എല്ലായ്പ്പോഴും ആദ്യം തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ എക്സാം തന്നെ നമ്മൾ ക്ലിയർ ആയിക്കോളുന്ന ഒരു നിർബന്ധമില്ല. അപ്പൊ അവിടെ ഫസ്റ്റ്ലി വേണ്ടത്, ഇപ്പൊ നിലവിൽ വേണ്ടത് കുട്ടികൾക്ക് വേണ്ട മെന്റൽ സപ്പോർട്ടാണ്. അപ്പൊ നമ്മളിപ്പോ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫിനോമിന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ ധാരാളം ഈ കോഴ്സിലേക്ക് വന്നിട്ട് മെന്റലി
കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ധാരാളം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ +2 വരെ അപ്രീസിയേഷൻസ് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും കാണുന്നതെന്ന് വെച്ചാൽ അപ്രീസിയേഷൻ കിട്ടാത്തതിനേക്കാളും ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഓവർ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു +2 കഴിഞ്ഞവരെ കുട്ടികൾ ഓവർ അപ്രീസിയേറ്റ് ചെയ്താണ്. ഫുൾ A+ ആയിക്കോട്ടെ, +2 ഫുൾ A+ ആയിക്കോട്ടെ, കുട്ടികൾ അങ്ങോട്ട് എന്താ പറയാ ആഘോഷിക്കുകയാണ്, ഓവർ അപ്രീസിയേഷൻസ് കൊടുക്കുക. അപ്പൊ ഈ ഓവർ അപ്രീസിയേഷൻ കൊടുക്കുന്ന കുട്ടികളുടെ മൈൻഡിലേക്ക് അറിയാതെ വരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര അടിപൊളിയാണ്, അല്ലെങ്കിൽ അവർക്ക് ഇനി ഏത് കോഴ്സ് എടുത്താലും അത് പാസ്സാവാൻ പറ്റുന്ന ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ചിലപ്പോ എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ചിന്താഗതിയിൽ കുട്ടികൾ ഈ ഒരു കോഴ്സിലേക്ക് എത്തുമ്പോ ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ടുകളും കാണാത്ത രീതിയിലുള്ള എക്സ്ട്രാ സ്ട്രക്ചേഴ്സും കൺവിൻസ്ഡ് പഠിക്കേണ്ട ഒരു രീതിയും, അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കുന്നത് മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ കുട്ടികൾ ചിലപ്പോൾ മെന്റലി ഒരുപാട് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു സമയത്ത് കുട്ടികൾക്ക് വേണ്ട മെന്റൽ സപ്പോർട്ട് ധൈര്യമായിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പൊ പിന്നീട് മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഫെയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയാ പാസ്സായിക്കോട്ടെ, ആദ്യമായിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യാം, ഒരു 100% കമ്മിറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു മോട്ടീവ് കൊടുക്കുക. വിദ്യാർത്ഥി ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് എടുത്തത് മുതൽ ആദ്യത്തെ ഒരു 3-4 അറ്റംപ്റ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, 100% കുട്ടി എഫേർട്ട് കൊടുക്കുക. 100% എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആ ഒരു ആദ്യത്തെ 3-4 എക്സാംസിന് മാർക്സ് കിട്ടുമ്പോൾ തന്നെ ആ കുട്ടി ഈവൻ ഫെയിൽ ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടി കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതാണോ അല്ല എന്നുള്ളത്. കാരണം ഈവൻ മാർക്സ് ഒക്കെ നിയർലിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ കുട്ടി എന്ത് ചെയ്യാൻ പറ്റും, ഇനി 10 അറ്റംപ്റ്റ് എടുത്താൽ വേണ്ടില്ല ആ കുട്ടി എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർലി എന്ത് ചെയ്യാൻ പറ്റും, സക്സസ് ആകാൻ പറ്റും. ഷുവറാണ്, എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് കൊണ്ടാവാം. ബട്ട് ഒരു 100% എഫേർട്ട് കൊടുത്തിട്ടും ഒരു നിയർലി ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഒരു കറക്റ്റ് ടൈമിലേക്ക് എൻ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ കറക്റ്റ് ടൈമിൽ കോഴ്സിന് ക്വിറ്റ് ആവുക എന്ന് പറയുന്ന സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ ഞാനൊരു മറ്റൊരു ആംഗിൾ എന്ന് പറയുകയാണ്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴ്സ് എടുക്കുന്ന എല്ലാവരും ചിലപ്പോൾ കോഴ്സിനെ ആപ്റ്റ് ആയിക്കൊണ്ടുണ്ടാവില്ല. ചില കുട്ടികൾ എന്തായിരിക്കില്ല, ആപ്റ്റ് ആയിരിക്കില്ല. അപ്പൊ നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ ഡിസിഷൻസും കറക്റ്റ് ആയിട്ട് നടന്നില്ലല്ലോ. നമ്മൾ മിസ്റ്റേക്സ് വരുത്തുന്നു, വീണ്ടും റെക്ടിഫൈ ചെയ്യുന്നു, മിസ്റ്റേക്സ് വരുന്നു, റെക്ടിഫൈ ചെയ്യുന്നു, ഇങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. ബട്ട് ഈ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ഈ ഒരു റെക്ടിഫിക്കേഷൻ അവസരം സൊസൈറ്റിക്ക് ആളുകൾക്ക് കൊടുക്കുന്നില്ല. ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ കുട്ടി അവിടെ സ്റ്റോപ്പ് ആണ്. എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ തന്നെ സ്റ്റോപ്പ് ആക്കിയിട്ട് വേറെ എന്തെങ്കിലും എംപ്ലോയ്മെന്റിലേക്കോ ഒക്കെ പറഞ്ഞേക്കുന്ന രീതിയിലേക്കാണ് മാറുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള വെസ്റ്റേൺ കൾച്ചറുമായിട്ടൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ അവിടെയൊക്കെ ആളുകൾ എനി ടൈം എഡ്യൂക്കേഷൻ ആഫ്റ്റർ 30s ആയിക്കോട്ടെ 40s ആയിക്കോട്ടെ. നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 24 ആകുമ്പോൾ കുട്ടിയുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവണം, അല്ലെങ്കിൽ 23 ആകുമ്പോൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവണം. അത് എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അവിടെ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലുള്ള കുട്ടികളാണ് കോഴ്സിലേക്ക് എത്തിപ്പെടുക. ഒന്ന്, കോഴ്സ് ഓക്കെ ആയിട്ട് മീൻസ് കോഴ്സിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കുട്ടികളും ഉണ്ടാവും, അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കുട്ടികളും ഉണ്ടാവും. അപ്പൊ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണോ പറ്റുന്നില്ലെന്ന് ഏർലി തിരിച്ചറിയാൻ പറ്റുന്ന ഒരേ ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി തുടക്കം മുതൽ എന്ത് ചെയ്യുക, 100% എഫേർട്ട് കൊടുക്കുക, 100% ഡിറ്റർമിനേഷൻ കൊടുക്കുക. കുട്ടി പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. എന്നിട്ട് എക്സാംസ് 2, 3, 4 എക്സാംസ് എഴുതി നോക്കുക. അതിലൂടെ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു സമയം ഒരു ഷോർട്ട് 1.5 years അല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും കുട്ടി ആപ്റ്റ് ആണോ അല്ലെന്ന് കുട്ടിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും മുന്നോട്ട് പോകണോ വേണ്ട എന്നുള്ളത്. ഇനി ഈ ഒരു എഡ്യൂക്കേഷൻ സൈഡിൽ തന്നെ നമുക്ക് എല്ലാ കുട്ടികളും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു കോളേജ്, അതായത് ഒരു 10ഉം 12ഉം ഡിഗ്രി ഒക്കെ ഒരു കോളേജിൻ്റെ അണ്ടറിൽ, ഒരു അങ്ങനെയുള്ള ഒരു അക്കാഡമിക് ഡീൻ്റെ അണ്ടറിൽ ഇങ്ങനെ പോയി പഠിക്കുന്ന ഒരു സിസ്റ്റം ഉള്ളത്. പക്ഷേ CA CS വരുമ്പോൾ അതൊരു നിർബന്ധവശാൽ വേണമെന്ന് ചോദിച്ചാൽ നിർബന്ധമുള്ള കാര്യമല്ല. ബട്ട് എത്രത്തോളമാണ് ഇന്ന് ഈ കോഴ്സുകളെ ഈ രൂപത്തിൽ പരിചയപ്പെടുത്തുന്നതിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ റോള്? ഒരു വിഷയം എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു കോളേജിൽ നിന്ന് കൊടുക്കുന്ന എല്ലാ ഒരു സോഫ്റ്റ് സ്കിൽസും ആസ് ഓഫ് നോ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് എലിജിബിൾ ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളേജ് വിദ്യാഭ്യാസത്തിൽ അക്കാദമിക്കലി നമ്മളെ കോളേജിലൊക്കെ വളരെ പൂർ ആണെങ്കിലും പൂർ പെർഫോമൻസ് ആണെങ്കിലും അല്ലാതെ കൊടുക്കുന്ന ഒരുപാട് സോഫ്റ്റ് സ്കില്ലായിട്ടും ആളുകളുടെ ഇന്ററാക്ഷനും അതുപോലെ തന്നെ ഒരു ലീഡർഷിപ്പും അതുപോലെ തന്നെ എന്താ പറയാ ആളെ
ടീം വർക്ക്സും Socialization. പ്രോഗ്രാംസ് ഉം. കോർഡിനേഷനും ഉം. ഇതൊക്കെ കുട്ടികൾക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? കോളേജ് കോളേജിൽ കിട്ടുന്നുണ്ട്. അത്തരം അറ്റ്മോസ്ഫിയേഴ്സ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടെ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു എന്താ പറയാ ഒരു മൈൽ സ്റ്റോൺ ഒക്കെ ആവും ഇൻസ്റ്റിറ്റ്യൂട്ട് കരിയറിൽ എന്ന് പറയുന്നത്. അത്തരം രീതിയിലേക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്താൻ പറ്റട്ടെ, ഉടനെ തന്നെ എത്താൻ പറ്റുന്നതായിരിക്കും. കാരണം അത് ഒരുപാട് മേഖലകളാണ്. കാരണം അത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരണം, അത്രയും നല്ല ഒരു പൂള് വരണം, സ്ഥലങ്ങൾ വരണം, നമ്മളൊരു ക്യാമ്പസ് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലേക്ക് പരുവപ്പെടുത്തി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിലേക്ക് നിലവിൽ കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് മുന്നോട്ട് വരാനുണ്ട്. ഓക്കെ, ഇതിന്റെ ഒരു ആദ്യത്തെ ഒരു പെർസ്പെക്റ്റീവുകൾ ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ ഒരു ട്യൂഷൻ സിസ്റ്റം പോലെ മാത്രം നിന്നിരുന്നു ഒരു കാലത്ത്, ഒരു ഘട്ടം വരെ. ഓക്കെ, ഇപ്പോൾ അത് ക്യാമ്പസുകളായി മാറി. അതും തന്നെ ഇങ്ങനെ ഒരു കുട്ടികളുടെ വിഷൻ അതിനോട് നല്ലൊരു കാഴ്ചപ്പാട് വരാൻ കാരണമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് തോന്നുന്നു? നിലവിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതുവരെ നമ്മൾ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് മാത്രമായിരുന്നു കോളേജിൽ കണ്ടുകൊണ്ടിരുന്നത് അല്ലെ. സാർ സൂചിച്ച പോലെ തന്നെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ട്യൂഷൻ സെന്റേഴ്സ് പോലെയായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പൊ അതിന് ഒരുപാട് മാറിയിട്ട് ഒരു കോളേജ് സ്ട്രക്ചറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു റെഗുലർ ഡിഗ്രിയിലേക്ക് പോകുന്ന അതുപോലെ തന്നെ ഒരു ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും ഒരു പരിധി വരെ എവിടെ നിന്നും അവൈലബിൾ ആകുന്നുണ്ട്, ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ ആകുന്നുണ്ട്. അപ്പൊ ആ ഒരു കോമൺ സ്ട്രൈക്കിങ് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പോയാലും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതൊക്കെ ചിലപ്പോൾ കിട്ടാം അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടികളുടെ ഒരു ഇൻട്രസ്റ്റ് ഇതിലേക്ക് ഡൈവേർട്ട് ആകുന്നതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. അതൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സുകൾ ക്യാമ്പസ് ലൈഫിനപ്പുറം ഒരുപാട് എന്താ പറയുക അക്കാദമിക്സ് ആണ് നമുക്ക് തോന്നുന്നു ഒരുപാട് കണ്ടിന്യൂ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ളത്, ലേൺ ചെയ്യാനുള്ളത്. അപ്പൊ അതിനപ്പുറം ഒരു ക്യാമ്പസ് ലൈഫിന് വളരെ പരിമിതമായിട്ടുള്ള സമയം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അത് ഭയങ്കര സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരു ക്യാമ്പസ് ലൈഫ് മാത്രം മുന്നിൽ കണ്ട് പോകുന്നതിനോട് യോജിപ്പില്ല. ബട്ട് എന്നിരുന്നാലും ബാലൻസിങ് ആണ്. അത് അവിടെയാണ് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റോള് വരുന്നത്. ഇത് ഭയങ്കര ബാലൻസ് ആയിട്ട് അക്കാദമിക്സും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിലും മികച്ചൊരു അക്കാദമിക് സ്ട്രക്ചർ വേറെ നമുക്ക് എന്താണ് അവൈലബിൾ അല്ല. അപ്പൊ അത് എത്രത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കാൻ കഴിയുന്നോ അത്രത്തോളം അതെന്തായിട്ട് വരും, ബെസ്റ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇതിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇൻഡസ്ട്രിയിലെ വർക്കിലേക്ക് അത് എത്രമാത്രം ബ്ലെൻഡ് ചെയ്യപ്പെടും? അതായത് നമ്മൾ തിയറട്ടിക്കൽ സ്റ്റഡീസ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഡിഗ്രി PG ഒക്കെ പോലെ തന്നെ CA പഠിക്കുന്ന കുട്ടിയും CMA പഠിക്കുന്ന കുട്ടിയും എന്ത് തന്നെയാണ് ഒരു ബുക്കിഷ് നോളജ്, ഒരു തിയറട്ടിക്കൽ നോളജുമായിട്ടാണ് ഇൻഡസ്ട്രി അഭിമുഖീകരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു പെർസ്പെക്റ്റീവിലും കൂടെ CA-CMAയുടെ ഒരു ഡിഫറൻസ് എന്താണ്? വൈ ദേ ആർ പ്ലേസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കോഴ്സ് എന്നുള്ളതിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴ്സിന്റെ കരിക്കുലത്തിൽ തന്നെ അത് ഇന്റേൺഷിപ്പ് എന്തിട്ടുണ്ട് ഒരു മാൻഡേറ്ററിയാണ്. അതായത് കോഴ്സിനിടയിൽ നമ്മളൊരു ഇന്റർമീഡിയറ്റ് ലെവൽ എന്ന് പറയുന്ന ഒരു ലെവലുണ്ട്, മിഡിൽ ലെവലുണ്ട്. അത് ക്വാളിഫൈ ചെയ്തതിന് ശേഷം ഒരു റിക്വയർഡ് ആയിട്ടുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം പീരീഡ് ഉണ്ട്. ആ ഒരു ടൈം പീരീഡ് നമ്മളൊരു വേണ്ട ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള CA-CMA ഫേമിലൊക്കെ പോയിട്ട് വർക്ക്സ് പഠിച്ച് ഇത്രയും ഒരു ഡ്യൂറേഷനിൽ ആ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഫൈനൽ ലെവൽ ഓഫ് എക്സാം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുട്ടികൾക്ക് വേണ്ട ഒരു ബേസിക് സ്കില്ലുകളും അല്ലെങ്കിൽ ബേസിക് ഒരു ഓഫീസ് സ്ട്രക്ചറും അതുപോലെ വർക്ക് സ്റ്റഡി ഒക്കെ ഏത് ത്രൂ കിട്ടുന്നുണ്ട്, കോഴ്സിന് ഇൻബിൽട്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനീസ് വരുന്ന സമയത്ത് തീരെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത സമയത്തോളം ഈ ഒരു ക്വാളിഫിക്കേഷൻ കൊണ്ട് വരുമ്പോൾ അവർക്ക് ഇൻബിൽട്ട് ആയിട്ട് കുറച്ച് എന്ത് കിട്ടുന്നുണ്ട്, ഒരു വർക്ക് ലൈഫ് മീൻസ് ഒരു വർക്ക് നേച്ചർ കൾച്ചർ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം കമ്പനീസ് തുടക്കം മുതൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നത്, പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കുന്നത്. പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള കോഴ്സുകളുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇമ്മീഡിയറ്റ് പ്ലേസിങ് ഭയങ്കര എന്താണ് ഹൈ വോളിയത്തിലാണ് ഇവിടെ നടക്കുന്നത്, നമ്മുടെ കോഴ്സുകൾ നടത്തുന്നത്. ഓക്കെ, ഞാൻ അതിന് വേറൊരു ആംഗിളും കൂടെ ആണ് കണ്ടിരുന്നത്. ലൈക്ക് നമ്മളിപ്പോൾ CA-CMA ഒക്കെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഏകദേശം ഒരു 3 മണി വരെ കേരളത്തിലെ ഒരു വൺ അമംഗ് ദ ബെസ്റ്റ് HR കൊണ്ടുവന്നിട്ടൊരു ട്രെയിനിങ് സെഷൻ, ഒരു ക്ലാസ് തന്നെ എൻറ്റയർലി നടക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കുട്ടികൾ കുറേയും കൂടെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട സോഫ്റ്റ് സ്കില്ലിലേക്കും കൂടെ റാദർ ദാൻ ദ തിയറട്ടിക്കൽ സൈഡ് അതിലേക്കും കൂടെ ഇറക്കി കൊണ്ടുവരേണ്ടതുണ്ട് എന്നും, അതല്ലെങ്കിൽ അങ്ങനെ പോയാലാണ് പെട്ടെന്ന് ഇൻഡസ്ട്രിയിലേക്ക് ബ്ലെൻഡ് ആവുക എന്നുള്ളതും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ക്യാമ്പസിൻ്റെ കോളേജുകളുടെ ആർട്സ്, സ്പോർട്സ് ഇങ്ങനെയുള്ളതിനോടൊപ്പം അതിൻ്റെ ഇൻ്റർപേഴ്സണൽ സ്കില്ലിൻ്റെ ഒപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ സ്കിൽ സെറ്റും കൂടെ
ഇതിനകത്ത് നിർബന്ധം അല്ലേ? എന്താണ്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവിടെയാണ് നിലവിലെ കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ റോൾ എടുക്കുന്നു തോന്നുന്നു. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പൊ എന്ത് വരുന്നുണ്ട്, അവരുടെ ലാബ് സിസ്റ്റംസ് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് വേണ്ട സോഫ്റ്റ്വെയർസ്, നമ്മുടെ SAP ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു സോഫ്റ്റ്വെയർസ് ആയിക്കോട്ടെ, അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, അവരെ അവൈലബിൾ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കോഴ്സ് പഠിക്കുന്നതോട് കൂടെ ഇത്തരം ഒരു സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് കൂടെ കുട്ടിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇതുമായി ബന്ധപ്പെട്ട മറ്റു ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാനുവൽ വർക്ക്സ് ആയിക്കോട്ടെ, കമ്പനിയുടെ ഒറിജിനൽ വർക്ക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള ഫേംസ് ഒക്കെ ചെയ്യുന്ന ഒരു റുട്ടീൻ വർക്ക്സ് ഒക്കെ ഇവർക്കും കൂടെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഒരു വർക്ക് ലൈഫിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. സാർ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ക്വിക്ക് അഡാപ്ഷൻ എന്താണ് പോസിബിൾ ആണ്. സോ അവിടെ ആ ഒരു ട്രെയിനിങ്ങിനാണ്. അപ്പൊ എത്രത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് അത്തരം ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത്രയും ആ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ക്വിക്ക്ലി അഡാപ്റ്റ് ആയിട്ട് മാറാൻ പറ്റും. വേറൊരു പോയിന്റ്, ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ റോളില് ഇപ്പൊ നമ്മളിതൊക്കെ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം ചെയ്യുന്നതാണ്. മറ്റൊന്ന്, ഞാൻ നേരത്തെ സെൽഫ് സ്റ്റഡിക്ക് പോലും ഇത് പാകപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഈ കോഴ്സുകളൊക്കെ ഉള്ളത് എങ്കിൽ പോലും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എടുക്കേണ്ട റോളിൽ ഫാക്കൾട്ടീസ്, ആസ് എ ഫാക്കൾട്ടി നിങ്ങൾ ICMSലൂടെ വന്നു, ICMSൽ തന്നെ പ്രവർത്തിക്കുന്നു, അതുപോലെ ഒത്തിരി സ്ഥാപനങ്ങൾ പോകുന്നുണ്ടാകും. ഈ ഒരു ഫാക്കൾട്ടീസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് കഴിഞ്ഞാൽ അവിടെ ഒരു മെൻറ്റർഷിപ്പ് എന്നുള്ളത്, മെൻറ്റർഷിപ്പ് എന്നുള്ളത് ലിറ്ററലി കൊടുക്കുന്ന ഒരു ഒരുമിച്ചിരിക്കുന്ന ഒരു സപ്പോർട്ടല്ല. അവിടെയും അക്കാദമിക് നോളജുള്ള മെൻറ്റേഴ്സ്. ആ ഒരു പെർസ്പെക്റ്റീവിൽ എന്തൊക്കെ ആയിരിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം? ഒരു ഫാക്കൾട്ടി ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞാൽ വാട്ട്സ് യുവർ എക്സ്പെക്ടേഷൻ? ഹൗ യു വ്യൂ ഓൺ ദ ICMS ഓൾസോ? എങ്ങനെയാണ് അതിനെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഒരു കുട്ടിയുടെ ബെസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടാനുള്ളത് 3 കാര്യങ്ങൾ ഒരുമിച്ച് വരേണ്ടത്. ഒന്ന് ആ കുട്ടിയുടെ എഫേർട്ട്, ഒന്ന് നല്ലൊരു ഫാക്കൽറ്റി പൂള്, അതുപോലെ നല്ലൊരു ഫാക്കൽറ്റി കൊടുക്കാൻ പറ്റുന്ന ഫാക്കൽറ്റി മെന്റർഷിപ്പ്, അതുപോലെ തന്നെ നല്ലൊരു ഇത്തരം ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റോള്. ഇത് 3 ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഭയങ്കര, കാരണം ഇത് റയർ ആയിട്ടേ കിട്ടാറുള്ളൂ നമുക്ക്. അതായത് നല്ലൊരു ഫാക്കൽറ്റിയും വേണം, അത്രയും പഠിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികളും വേണം, ആ ഒരു കമ്പനിയിലുള്ള സ്റ്റുഡൻസും വേണം. ഇതൊക്കെ ഒരുക്കി കൊടുക്കാൻ പറ്റുന്ന, അടിപൊളിയായിട്ട് ഒരുക്കി കൊടുക്കാൻ പറ്റുന്ന, അക്കാദമിക്സ് വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ട് സ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടും വേണം. ഇത് 3 ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഭയങ്കര നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളുടെ റിസൾട്ട്സിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇതില് ICMSൽ ഞാൻ കണ്ട ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ICMSന്ന് അക്കാദമിക് സ്ട്രക്ചർ ഭയങ്കര അടിപൊളിയാണ്. അതായത് ഇവരെ കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി വാച്ച് ചെയ്യുന്നുണ്ട്, കുട്ടികളെ എന്തൊക്കെയാണ് പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു കുട്ടികളെ പഠിക്കാനുള്ള ഒരു ഹാബിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ICMS കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ICMS പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ഒരു രീതിയിലേക്ക് മാറുന്നതോട് കൂടിയിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകൂടെ കോഴ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, കോഴ്സിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, എക്സാംസിനെ അഭിമുഖീകരിക്കാൻ പറ്റും. ഈ രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ്. കാരണം ഞാനത് ചോദിച്ചു തന്നെ, ഇതിന് എക്സാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആ ഒരു ടൈം ഫ്രെയിമിൽ ഇതിനെ പെർഫോം ചെയ്യുക എന്നുള്ളത്. അപ്പം ആ ഒരു പാട്ടിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആശങ്ക എന്നുള്ളത് ഒരു ക്ലാസ് മാത്രം കിട്ടുന്നു, ലെക്ചർ മാത്രം കിട്ടുന്നു, ഒരു 10 വർഷം മുമ്പാണെങ്കിൽ ബാക്കി നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് അതിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ തന്നെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ CA ഇൻസ്റ്റിറ്റ്യൂട്ട്, CMA ഇൻസ്റ്റിറ്റ്യൂട്ട്, CS, അതുപോലെ തന്നെ ACCA, USCMA, ഇതെല്ലാം കൂടെ ഫ്രെയിം ചെയ്തെടുക്കുന്ന ഒരു വേൾഡ് വൈഡ് മാർക്കറ്റ്, ഒരു കൊമേഴ്സിന് കിട്ടുന്ന മാർക്കറ്റ്, ഇവ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ലി മാറിക്കൊണ്ടിരിക്കുന്ന വേൾഡാണ്. ഏതൊക്കെയാണ് ജോബുകളാണ് AI എടുക്കാൻ നമുക്ക് അറിയൂല. സോ ആ ഒരു ഹൈലി ക്വിക്ലി മാറിക്കൊണ്ടിരിക്കുന്ന മേഖല നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോഴ്സുകളുടെ കരിക്കുലം സ്ട്രക്ചർ ചെയ്യുന്ന എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രത്യേക ബോഡിയെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കിട്ടുന്ന ഒരു ഫ്രീഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണ്ട സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഈ കോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, സിലബസ് എന്ത് ചെയ്യാൻ പറ്റും, റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. അതായത് വൺസ് ഇൻ എവരി 4 ഇയർ നമ്മുടെ ഈ CA CMA കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കരിക്കുലംസ് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് വേണ്ട AI അതുപോലെ നോളജുകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇവർ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്ത് നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ്, ക്ലിയർലി എന്താണ്, അവർ മീൻസ് അവർ അപ്ഡേറ്റഡ് ആണ്, അവർ അതിലേക്ക് വേണ്ട മാറ്റങ്ങൾ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. ഒപ്പം നമ്മുടെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് അക്വയർ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം, ഈ ഒരു കോഴ്സുള്ള ബുക്ക് സ്റ്റഡിക്ക് പുറമെ നമ്മൾ ഈ നമ്മുടെ ഇൻഡസ്ട്രി, നമ്മുടെ സിലബസിൽ നിന്ന് കിട്ടാത്ത ഒരുപാട് നോളജുകൾ ഉണ്ടാവും. അതായത് ബാക്കിയുള്ള നമ്മളെങ്ങനെ ഈ ഒരു AI ഇതിൽ യൂസ് ചെയ്യണം,
അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എങ്ങനെ നമ്മൾ കോഴ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും, നമ്മളെ നോളജിലേക്ക് എത്തിക്കാൻ പറ്റും. ഈ വേണ്ട നമ്മൾ സെൽഫായിട്ട് എന്ത് ചെയ്യണം, ഒന്നുകൂടെ അഡാപ്റ്റഡ് ആയിരിക്കണം. ഇതെല്ലാം കൂടെ നമ്മൾ മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മളെ മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ പ്രൊഫഷൻ്റെ ആവശ്യമുണ്ട്. കാരണം ഏത് സെക്ടർ എടുത്തു കഴിഞ്ഞാലും അവിടെ എന്ത് വരുന്നുണ്ട്, ഫിനാൻസ് വരുന്നുണ്ടല്ലോ. ഫിനാൻസ് ഇല്ലാത്ത സെക്ടേഴ്സ് നമുക്ക് പോസിബിൾ അല്ലല്ലോ. സോ ഫിനാൻസ് എല്ലാ സെക്ടേഴ്സും വരുന്നതുകൊണ്ട് തന്നെ എവിടെയും നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും വരുന്നുണ്ട്. ബട്ട് ഇത് ഒരു കാലത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം, നമ്മളെ ഷോക്കേസ് ചെയ്യാൻ പറ്റണം, അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, കോമ്പറ്റീറ്റീവ് ആയിട്ട് നിന്ന് പോകാൻ പറ്റണം. ഇതൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിങ്ങനെ അഡാപ്റ്റീവ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, നമ്മൾ വളരെ സ്വതസിദ്ധമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരിച്ച് സ്റ്റുഡൻസിലേക്കൊന്ന് വരാം. സ്റ്റുഡൻസിൻ്റെ എല്ലാവർക്കും ഈ കോഴ്സിനെ കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ലെങ്കിലും ചെറിയൊരു ധാരണ മിനിമം ഉള്ളത് എന്തായിരുന്നാലും ഭയങ്കര ടഫായിട്ടുള്ള സാധനമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അതിനെ ഫസ്റ്റ് അങ്ങനെ രൂപപ്പെടുത്തിയിട്ടുണ്ടാവുക? വൈ ടഫ് എന്നുള്ളത്, അതിൻ്റെ പാസിങ് ക്രൈറ്റീരിയ, പാസിങ് പെർസെൻറ്റേജ്, ഇതൊക്കെ ആയിരിക്കും അതിനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്? 4 ആളെ പാസ്സാവുള്ളൂ, 7 ആളെ പാസ്സാവുള്ളൂ? എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം? അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവരും കൂടി പാസ് ആവണമെങ്കിൽ പിന്നെ കോഴ്സിന് വിലയില്ലല്ലോ, അത് ഒന്നാമത്തെ കാര്യമാണ്. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ കോഴ്സിന്റെ പാകപ്പെടുത്തിയിട്ടുള്ള രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിയർലി ഒരു ഫിനാൻഷ്യൽ നോളജുള്ള ഒരാളെ അല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ കോഴ്സ് പാകപ്പെടുത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈഡ് ആയിട്ടുള്ള പല മേഖല അല്ലെ, ഇത് എൻ്റർലി എന്ത് ചെയ്യണം, ഒരു സ്റ്റുഡൻറ്റ് പഠിക്കണം. ഇത് തന്നെ നമ്മളൊരു നിലവിൽ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സെക്ടർ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ബാച്ചിലർ ഡിഗ്രിയേക്കാളേറെ, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയേക്കാളേറെ കോണ്ടന്റ്സ് എവിടെ എടുക്കുന്നുണ്ട്, നമ്മുടെ CA CMA കരിക്കുലത്തിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ എൻ്റർ നോളജ് പഠിച്ചെടുക്കുക അല്ലെങ്കിൽ ലേൺ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ടാസ്ക് ആണ് അല്ലെ. അവിടെ തന്നെ അവിടെ ഡിഫിക്കൽട്ടി കടന്നു വന്നു. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാംസിന്റെ സ്ട്രക്ചർ ആണ് അല്ലെ. നമ്മളൊരു പേപ്പർ ഇൻഡിവിജ്വൽ പേപ്പർ സിസ്റ്റം അല്ല, അല്ല ക്രൈറ്റീരിയ ആയിട്ട് വെക്കുന്നത്. ഇവരെന്ത് ചെയ്യണേ, ഗ്രൂപ്പ് സിസ്റ്റമാണ് വാല്യൂ ചെയ്യുന്നത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ടാർഗറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 1 വീക്ക് ടൈമിനുള്ളിൽ ഇത്രയും ഏരിയയിലുള്ള കാര്യങ്ങൾ കവർ ചെയ്തിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്രസന്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അവിടെ അസസ് ചെയ്യുന്ന 2 ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒന്നാമത് ഇത്രയും ലെവലിലുള്ള നോളജുകൾ, പ്ലസ് ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന, ആ സ്ട്രെസ് ലെവൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആ എബിലിറ്റി. ഇതൊക്കെ കുട്ടികൾ ഇൻഡയറക്ട്ലി എവിടെ നിർത്തുന്നുണ്ട്, ഈ കോഴ്സ് ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്, അച്ചീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അച്ചീവ് ചെയ്ത ഒരാൾ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, ഇത്രയും കാര്യത്തിലുള്ള നോളജ് മാനേജ് ചെയ്തൊരു വ്യക്തിയാണ്. സോ ഇവരെന്ത് ചെയ്യും, കമ്പനീസ് എന്തായിട്ട് വരും, ഇവരെ പ്രിയപ്പെട്ടവരായിട്ട് മാറും. സോ ഇവരെന്ത് ചെയ്യും, പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യും. എനിക്ക് കിട്ടിയൊരു മെയിൻ ഒബ്ജക്റ്റീവ്, മെയിൻ ഒരു എന്താ പറയുക, ഈ കോഴ്സിന് കിട്ടിയ ഒരു മെയിൻ റൈറ്റ് എന്താ അല്ലെങ്കിൽ നേട്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ ഒരു പേടി മാറി ലൈഫിനോടുള്ള. കാരണം ഓൾറെഡി ഇത്രയും ടഫ് ആയിട്ടുള്ള ഒരു കോഴ്സ് എന്ത് ചെയ്തു, ക്ലിയർ ചെയ്ത് വന്നു. പിന്നീട് നമുക്ക് മുന്നിൽ എന്തെങ്കിലും ചലഞ്ചുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ത്രെറ്റ് വരുമ്പോഴോ നമ്മൾ അങ്ങനെ പേടിക്കുന്ന ഒരാളല്ല. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓവർകം ചെയ്യാൻ പറ്റും. ഇത് ഇൻഡയറക്ട്ലി നമുക്ക് കിട്ടിയത് എവിടുന്നാണ്, ഈ കോഴ്സ്. ഇത് ആരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, കമ്പനീസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നാളെ കുട്ടി ഈ ഒരു ഹയറാർക്കിയിൽ പെട്ട ഈ ഒരു കോഴ്സിന് പെട്ട ആളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആർക്ക് വിശ്വാസമുണ്ട്, കമ്പനീസ് അല്ലെങ്കിൽ നമ്മുടെ സെക്ടേഴ്സിന്, ഇൻഡസ്ട്രിക്ക് വിശ്വാസമുണ്ട്. ഈ ഒരു വിശ്വാസം കണക്കിലെടുത്തിട്ടാവാം ഈ കോഴ്സ് ഇങ്ങനെ എന്തിട്ടുണ്ടാവുക, പാകപ്പെടുത്തിയിട്ടുണ്ടാവുക. ബട്ട് എന്നിരുന്നാലും അത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് ടഫായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് ടഫല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു കണ്ടിന്യൂസ് എഫേർട്ടാണ്. പല ആളുകൾക്കും ആ ഒരു കണ്ടിന്യൂസ് എഫേർട്ട് കൊടുക്കാൻ സാധിക്കാറില്ല. ഒരു 6-7 മാസം കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് കൊടുക്കാൻ സാധിക്കാറില്ല. അത് സാധിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ പാസ്സായിട്ട് തന്നെയാണ് ഞാൻ കാണാറുള്ളത്. ഇവിടെ ഒരു ട്വിസ്റ്റും ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം, നമുക്ക് ഏതായാലും അവസാനിപ്പിക്കാനായും ചെയ്തു. ഒരു ട്വിസ്റ്റും ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. ഈ കണ്ടിന്യൂസ് എഫേർട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വർക്ക്. ഓക്കെ, സാധാരണ നമ്മൾ 12 വരെ അല്ലെങ്കിൽ ഡിഗ്രിയെ കണ്ടിട്ടുള്ള പെൺകുട്ടികളെ സംബന്ധിച്ചോളം അവർ ഈ ബുക്കിഷായിട്ട് ഭയങ്കരമായിട്ട് എല്ലാത്തിലും എന്നും എന്നുള്ള രൂപത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ബട്ട് ഇതിൻ്റെ റിസൾട്ടിലേക്ക്, അൾട്ടിമേറ്റ് റിസൾട്ടിലേക്ക് നോക്കുമ്പോൾ അത് ആ അർത്ഥത്തിൽ തന്നെയാണോ? ഇത് പെൺകുട്ടികൾക്ക് അങ്ങനെ ബുക്കിഷായ ഒരാൾക്ക് അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റും, അങ്ങനെ മാത്രം വർക്ക് ചെയ്യുന്നവർക്ക് പറ്റും, ആൺകുട്ടികൾക്ക് പറ്റൂല, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലാസ് റൂമുകളിലൊക്കെ കൂടുതൽ പെൺകുട്ടികളെ കണ്ടാലും ഫൈനലിൽ ഇതിൽ ആൺകുട്ടികൾ കൂടുതൽ, ഇങ്ങനെ എന്തെങ്കിലും ഇത് വ്യത്യസ്തതായിട്ടോ ഇങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അത്രക്കൊരു ജെൻഡർ ഒരു ഡിഫറൻസിയേഷൻ ഉള്ളൊരു കോഴ്സായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ ഒരു വ്യത്യാസത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നിയത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും നമ്മൾ ഇതുവരെ പാകപ്പെട്ട് അല്ലെങ്കിൽ നമ്മളിതുവരെ എന്താ പറയുക, നടന്നു പോകുന്നിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ രീതിയുടെ പ്രശ്നമാവാം. നമ്മൾ ഇതുവരെ എന്താണ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് മുന്നോട്ട് പോകുന്നു, അങ്ങനെയാണ്. ബട്ട് ഇതിലേക്ക് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു തോട്ട് വരാനുള്ള റീസൺ കുറച്ചുകൂടെ ബോയ്സ് എന്താണ്
പുറത്തുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ അവെയർഡ് ആണ്. അപ്പൊ ഇവര് പുറത്തുള്ള കാര്യങ്ങൾക്ക് ഒന്നുകൂടെ കാണുന്നുണ്ട്, എങ്ങനെയാണ് ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നത്, അല്ലെ എങ്ങനെയാണ് സൂപ്പർ മാർക്കറ്റ് റൺ ചെയ്യുന്നത്. ലേഡീസ് കാണുന്നില്ല, ഗേൾസ് കാണുന്നില്ല, ബട്ട് അവരെക്കാളും കൂടുതൽ ഇതിലുള്ള പ്രാക്ടിക്കൽ വ്യൂ ആർക്ക് കിട്ടുന്നുണ്ട്, ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മുടെ പ്രാക്ടിക്കൽ തിങ്കിങ് വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ കോഴ്സിൽ. അതായത് നമ്മുടെ എക്സാംസ് ആയിക്കോട്ടെ, നമ്മുടെ പ്രാക്ടിക്കൽ തിങ്കിങ് എബിലിറ്റി ഒരുപാട് എടുക്കുന്നുണ്ട്, ലോജിക്കൽ എബിലിറ്റി ഒരുപാട്. ഞാൻ ഈ ഒരു പെർസ്പെക്റ്റീവിലേക്കാണ് ഈ ആൻസർ എന്താണ് ഞാൻ ആലോചിച്ച് ശരിയാണോ എന്നുള്ളത് ഈ ഒരു പോയിന്റിൽ മാത്രമാണ്. അങ്ങനെയുള്ള ഒരു പെർസ്പെക്റ്റീവും കൂടെ നമ്മുടെ പുതിയ കാലത്തെ പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറയാം. ICMSനെ സംബന്ധിച്ചോളം തൊട്ട് മുമ്പത്തെ റിസൾട്ട് വന്നപ്പോൾ 16 പേരിൽ ക്വാളിഫൈ ചെയ്തപ്പോൾ 8 ആൺകുട്ടികളും 8 പെൺകുട്ടികളും തന്നെയാണ്. അതൊക്കെ ഈക്വൽ ആണ്. ബട്ട് ഈ ഒരു പെർസ്പെക്റ്റീവ്, പ്രാക്ടിക്കൽ വ്യൂ എന്നുള്ളത്, ഇതാണ് അവിടെ ഡിഫറൻഷിയേറ്റഡ് ആവുന്നത് അല്ലേ? അപ്പൊ ഈ ഒരു പ്രാക്ടിക്കൽ വ്യൂ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേക്ക് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, ഈ പ്രാക്ടിക്കൽ വ്യൂ ഇല്ലാത്ത ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ട്, പ്രാക്ടിക്കൽ വ്യൂ കിട്ടുന്ന ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ മെയിൻലി ഒരു ബുക്ക് സ്റ്റഡിക്ക് അപ്പുറം എന്ത് ചെയ്യുക, ഇതിനെ കൂടെ എന്ത് ചെയ്യുക, അസസ് ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കമ്പനീസ് ആക്ട് ഓഡിറ്റിംഗ് പഠിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കമ്പനിയുടെ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് പബ്ലിക്കലി അവൈലബിൾ ആ, ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക എന്താണ് അതിലുള്ളത്, ഓഡിറ്റിംഗ് എങ്ങനെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് എടുക്കുന്നത്, ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും, വായിക്കാൻ പറ്റും. ആ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ മെത്തഡോളജി കൊണ്ടുപോകുക. അതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പനീസിന്റെ ആനുവൽ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് പോയിട്ട് നോക്കുക, എങ്ങനെയാണ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്, എങ്ങനെ ഷെഡ്യൂൾസ് കൊടുത്തിട്ടുള്ളത്, എന്താണ് വർക്കിംഗ് നോട്ട്സിന്റെ ഒക്കെ അവസ്ഥ, ഒന്ന് എന്ത് ചെയ്യുക നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, പഠിക്കുന്ന പ്രാക്ടിക്കൽ ലെവലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ എപ്പോഴും നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ബുക്കിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം ഇതിനെന്ത് ചെയ്യുക, പ്രാക്ടിക്കലുള്ള കാര്യം ഒന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഏത് വിഷയം പഠിക്കാം, നമ്മൾ എല്ലാം അപ് ടു ഡേറ്റ് ഉള്ള കാര്യങ്ങളാണല്ലോ. ലോസ് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ആ നിയമങ്ങളെ പറ്റി അല്ലെങ്കിൽ റീസെന്റ് നടന്ന കേസിനെ പറ്റി ഒന്ന് എന്ത് ചെയ്യുക, അന്വേഷിച്ച് നോക്കുക, കാര്യങ്ങൾ നോക്കുക. ആ രീതിയിലാണ് എന്ത് ചെയ്യാം, ലോജിക്കൽ തിങ്കിങ്. അപ്പൊ ഞാൻ ഇതിനൊന്ന് സമ്മപ്പ് ചെയ്യാം, കാരണം ഇതൊരു ഹോട്ട് സബ്ജക്റ്റ് ആണ്. വെറുതെ വലിച്ചിട്ട് കഴിഞ്ഞാൽ പലരും കൊത്തി കൊണ്ടുപോകും. അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ പറ്റും, സമ്മപ്പ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് പോയിന്റ് നമുക്ക് അവസാനിപ്പിക്കാം. CMA എന്നുള്ളത് പേരിനൊപ്പം താങ്കൾ ചേർത്തു, എന്താണ് അതിലൊരു മാറ്റം എന്നുള്ളത്? ഇതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. പേരിനകത്ത് മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചുള്ള ഒരു ഏർലി സക്സസ് ആണ്. നമ്മൾ മറ്റേ ടാഗ്ലിനൊക്കെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ 21 ആകുമ്പോഴേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, CMA 21 വയസ്സിൽ ക്വാളിഫൈ ചെയ്ത ആളാണ്. 21 വയസ്സായപ്പോഴേക്ക് ക്വാളിഫൈ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളുള്ള മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് നമുക്ക് വേണ്ട രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ കോഴ്സിനെ ഇതുവരെ എടുത്തിട്ടുള്ളത് എന്താ പറയുക, എന്തെങ്കിലും പോയിട്ട് ചെയ്യുക, എന്തെങ്കിലും പോയിട്ട് ജോബ് ചെയ്യുക, അങ്ങനെയല്ല. നമുക്ക് സ്വന്തമായിട്ട് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുക, വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളതിൽ അക്വയർ ചെയ്തിട്ടുള്ള ഒരുപാട് സ്കില്ലുകളുണ്ട്, ഒരുപാട് നോളജുകളുണ്ട്. ആ ഒരു നോളജ് ഉള്ളതുകൊണ്ട് തന്നെ ആളുകളോട് നമുക്ക് സംസാരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിൽ പോകുന്ന സമയത്തും നമുക്ക് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു ലെവൽ ഓഫ് ടോക്ക് മാറും. നമ്മൾ സാധാരണ നാട്ടിലെ വർത്താനം പറയുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ടോക്സ് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു എബിലിറ്റി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവോളം എന്ത് ചെയ്യുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. മാത്രമല്ല പല പല ആളുകളും നമ്മൾ ഈ ഒരു ഫീൽഡിലാണെന്ന് അറിയുമ്പോൾ അവർ ഇത്തരം കാര്യങ്ങൾ അവർ എന്ത് ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. ആസ് എ കൺസൾട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അപ്രോച്ച് ചെയ്യാറുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വേണ്ട അഡ്വൈസുകൾ കൊടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഈ ഒരു കോഴ്സ് പോയി നമുക്ക് കിട്ടിയ ഒരു റെക്കഗ്നേഷനാണ്. അപ്പോൾ ചിലപ്പോൾ എന്നേക്കാളും നോളജ് ഈ ഒരു കോഴ്സ് ഒന്നും പാസ്സാത്ത ചിലപ്പോൾ ആളുകൾക്ക് ഉണ്ടാവാം. പക്ഷെ ആൾക്ക് അവരോട് സംസാരിക്കുള്ള ഒരു എന്താ പറയുക, ഒരു ധൈര്യം ഉണ്ടാവില്ല, അത് വിശ്വാസം ഉണ്ടായിരിക്കില്ല. ഈ ഒരു വിശ്വാസം കിട്ടുന്ന എപ്പോഴാണ്, നമുക്ക് ഈ CMA അല്ലെങ്കിൽ CA എന്നുള്ള പേര് നമ്മുടെ പേരോടുകൂടി ചേരുമ്പോഴാണ്. അത് ആ കോഴ്സ് പോയി കാലങ്ങളായിട്ട് എന്താ പറയുക, നേരിട്ടുള്ള ട്രസ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് ആവോളം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പിന്നീട് അത് എങ്ങനെ യൂസ് ചെയ്യാനുള്ള ഓരോ പേഴ്സൺസ് ടു പേഴ്സൺ എന്ത് ചെയ്യാൻ പറ്റും, മാറിക്കൊണ്ടിരിക്കും. അത് അവർക്ക് കൊണ്ടുപോകാൻ പറ്റട്ടെ. സോ ഇങ്ങനെ ഈ ഒരു ലൈഫുമായിട്ടൊക്കെ തുടരട്ടെ. സൊസൈറ്റിയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ റെക്കഗ്നീഷൻ CMA എന്നുള്ള പേരിലും തുടരട്ടെ. ഇതുവരെ നമ്മളോടൊപ്പം ഈ ഒരു ICMSന്റെ ടോക്ക് സീരീസിൽ നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് താങ്കളോടുള്ള നന്ദി ICMSന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്. നമ്മുടെ ടോക്ക് സീരീസ് ഇനിയും തുടരും. സ്റ്റേ ട്യൂൺഡ് അറ്റ് ICMS, ക്യാമ്പസ് ICMS. താങ്ക് യു.